ഇനി അടുത്ത ടൈപ്പ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്നുള്ളതാണ്. അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അസിമെട്രിക് കാർബണിന്റെ നെയിം കൊടുക്കാൻ അല്ലെങ്കിൽ പേരിടാൻ വേണ്ടി നമുക്ക് മറ്റാരുടെ സഹായം വേണ്ട. നമ്മൾ ആ കാർബണിലെ ഗ്രൂപ്പ്സ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നോ നോക്കുന്നു. പിന്നെ ചില റൂളുകളുടെ ബേസിസിൽ അതിൻ്റെതായ ഒരു പേര് കൊടുക്കുന്നു. ഇവിടെ മറ്റാരുമായിട്ട് നമ്മൾ കമ്പാരിസണോ റിലേഷനോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ദിസ് ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ indicates the actual orientation of groups around an asymmetric carbon. കാർബണിൻ്റെതായ ഒരു പേര് തന്നെ നമ്മൾ കൊടുക്കുന്നു, മറ്റാരുമായിട്ട് ഇവിടെ ഒരു കമ്പാരിസൺ ഇല്ല. ഇനി ഈ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ പ്രപ്പോസ് ചെയ്തത് 3 പേരാണ്, ക്യാൻ, ഇൻഗോൾഡ് ആൻഡ് പ്രിലോഗ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിനെ ക്യാൻ ഇൻഗോൾഡ് പ്രിലോഗ് സിസ്റ്റം അല്ലെങ്കിൽ CIP സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയും. ദെൻ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന 2 ലെറ്റേഴ്സ് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ എസുമാണ്. തൊട്ട് മുമ്പ് റിലേറ്റീവ് കോൺഫിഗറേഷനിൽ ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും ആയിരുന്നു, തിരിഞ്ഞു പോകരുത്. ഇവിടെ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ എസും. ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ആറാൻഡസ് സിസ്റ്റം ഓഫ് കോൺഫിഗറേഷൻ എന്നും പറയുന്നു. നോക്കിക്കേ, അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ റിലേറ്റീവ് കോൺഫിഗറേഷൻ പോലെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതല്ല. കുറച്ച് സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ അതിന് കോൺഫിഗറേഷൻ കൊടുക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കോമ്പൗണ്ടിലെ അസിമെട്രിക് കാർബൺ കണ്ടുപിടിക്കുക. ആ കാർബൺ ആണല്ലോ നമുക്ക് കോൺഫിഗറേഷൻ കൊടുക്കേണ്ടത്. അതിൽ 4 ഗ്രൂപ്പ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ആ 4 ഗ്രൂപ്പ്സിന് പ്രയോറിറ്റീസ് അസൈൻ ചെയ്യണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അസിമെട്രിക് കാർബൺ കണ്ടുപിടിച്ചതിന് ശേഷം അതിലെ 4 ഗ്രൂപ്പ്സ് ഐഡന്റിഫൈ ചെയ്യാം, അത് എഴുതുക. ദെൻ ആ 4 ഗ്രൂപ്പിന് പ്രയോറിറ്റീസ് കൊടുക്കുക അല്ലെങ്കിൽ റാങ്ക് കൊടുക്കുക. 1, 2, 3, 4 4 ഗ്രൂപ്പ് ആകുമ്പോൾ 4 റാങ്കാണ് വരുന്നത്. അപ്പോൾ ഈ 4 ഗ്രൂപ്പ്സ് അല്ലെ പ്രയോറിറ്റി കൊടുക്കുക. ഇത് കൊടുക്കുവാൻ വേണ്ടി ചില റൂൾസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ നമ്മൾ സീക്വൻസ് റൂളുകൾ എന്നാണ് പറയുന്നത്. ആ റൂളിന്റെ ബേസിസിൽ ഈ 4 ഗ്രൂപ്പുകൾക്ക് പ്രയോറിറ്റീസ് കൊടുക്കുക. അതിനെപ്പറ്റി നമുക്ക് പറയാം. ദെൻ ഇങ്ങനെ 4 ഗ്രൂപ്പ്സിന് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഐ റൊട്ടേഷൻ നടത്തുക. ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക്, ദെൻ 3ലേക്ക്, 4ലേക്ക്. ഇങ്ങനെ ഒരു ഐ റൊട്ടേഷൻ നടത്തുമ്പോൾ നമ്മുടെ കണ്ണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു റൊട്ടേഷൻ നടക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്കിലെ സെക്കൻഡ് സൂചി അല്ലെങ്കിൽ ഏത് സൂചിയാലും മൂവ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ, റൈറ്റ് സൈഡിലേക്കല്ലേ. ആ ഒരു മൂവ്മെന്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആ അസിമെട്രിക് കാർബണിനെ 6 എന്ന് നൊട്ടേറ്റ് ചെയ്യും. ഇനി അതല്ല, നമ്മൾ 1, 2, 3, 4 എന്ന് മൂവ് ചെയ്യിച്ചപ്പോൾ നമ്മുടെ കണ്ണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ S എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം അബ്സല്യൂട്ട് കോൺഫിഗറേഷനിൽ 2 പേരാണ് കൊടുക്കുന്നത്, 6ഉം എസും. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസും സീക്വൻസ് റൂളുകളും നോക്കാം. ആദ്യമായിട്ട് സീക്വൻസ് റൂളുകൾ നോക്കാം. ഒന്നാമതായിട്ടുള്ള എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. ഇതൊരു അസിമെട്രിക് കാർബൺ ആണ്. ഇതിന് ചുറ്റുമുള്ള 4 ഗ്രൂപ്പുകൾ ക്ലോറിൻ, ബ്രോമിൻ, ഹൈഡ്രജൻ, ഫ്ലൂറിൻ എന്നിവയാണ്. അതായത് അസിമെട്രിക് കാർബണുമായിട്ട് നേരിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റങ്ങൾ. ഇവിടെ ഓരോ ഗ്രൂപ്പ്സേ ഉള്ളൂ. ഇപ്പൊ CH3 ഒക്കെ വന്നാൽ അതിൽ 1, 2, 3 ആറ്റങ്ങളുണ്ട്. അങ്ങനത്തെ കേസ് അല്ല ഞാൻ പറയുന്നത്. ഒറ്റ ആറ്റം, അതായത് അസിമെട്രിക് കാർബണുമായിട്ട് നേരിട്ട് അറ്റാച്ച് ചെയ്ത ഒരാറ്റം മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് പ്രയോറിറ്റി അല്ലെങ്കിൽ റാങ്കിങ് കൊടുക്കുന്നത്? അതിനുള്ള മാനദണ്ഡം അറ്റോമിക് നമ്പർ ആണ്. ശ്രദ്ധിക്കുക, അറ്റോമിക് നമ്പർ. ഏറ്റവും അറ്റോമിക് നമ്പർ കൂടിയ ആൾക്ക് ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കണം. അതിനുശേഷം അതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ ആ നമ്പറിന് നമ്മൾ കൊടുക്കണം. അറ്റോമിക് നമ്പർ കൂടിയ ആൾക്ക് 1 പ്രയോറിറ്റി വരേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു 4 ഗ്രൂപ്പ്സിനെ ഞാൻ എടുത്തെഴുതണം. ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ ആൻഡ് ഹൈഡ്രജൻ. ഇതിൽ അറ്റോമിക് നമ്പർ കൂടുതൽ പീരിയോഡിക് ടേബിളിൽ അങ്ങ് അറ്റത്തെ ഹാലജൻ ഫാമിലിയിലുള്ള ബ്രോമിൻ ആണ് അറ്റോമിക് നമ്പർ കൂടുതൽ, പിന്നെ ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ, ഹൈഡ്രജൻ സ്മോളർ 1 ആണ്. അപ്പൊ പ്രയോറിറ്റി എങ്ങനെയാണ് കൊടുക്കുന്നത്? ബ്രോമിന് 1, ക്ലോറിന് 2, ഫ്ലൂറിന് 3, ഹൈഡ്രജന് 4. ഇങ്ങനെ പ്രയോറിറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ ആ ഗ്രൂപ്പ്സ് എവിടെയാണോ അതിന്റെ മുകളിലേക്ക് നമ്മൾ ആ പ്രയോറിറ്റി എഴുതണം. ഇവിടെ എഴുതുമ്പോൾ 1 ബ്രോമിന്, 2 ക്ലോറിന്, 3 ഫ്ലൂറിന്, 4 ഹൈഡ്രജന്. ഈ ഒരു രീതിയിൽ നമ്മൾ അതിന്റെ പ്രയോറിറ്റി എഴുതി. അതിനുശേഷം അപ്പം നമ്മൾ അസിമെട്രിക് കാർബൺ കണ്ടുപിടിച്ചു, അതിനുള്ള 4 ഗ്രൂപ്പ്സ് എഴുതി, ദെൻ അതിന് പ്രയോറിറ്റി കൊടുത്തു. അതിനുവേണ്ടി അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഓർഡർ കൊടുത്തത്. ഏറ്റവും വലിയ ആൾക്ക് 1 കൊടുത്തു, ഏറ്റവും കുഞ്ഞു വരുന്ന ആള് 4ാമത്തെ ആളായിട്ട് വന്നു, 4ാമത്തെ റാങ്ക് വന്നു.
ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഐ റൊട്ടേഷൻ നടത്തണം. ഐ റൊട്ടേഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ്? 1ൽ നിന്ന് 2ലേക്ക് പോകണം, 2ൽ നിന്ന് 3, 3ൽ നിന്ന് 4. അങ്ങനെ ഒരു ഐ റൊട്ടേഷൻ നടത്തി നോക്കിക്കേ. ഇവിടുത്തെ കേസിൽ 1ൽ നിന്ന് 2, 2ൽ നിന്ന് 3, 3ൽ നിന്ന് 4 ഇങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത്. ഇതൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലേ? ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആകുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത് ലെറ്റർ ആണ് കൊടുക്കേണ്ടത്? R എന്ന ലെറ്റർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ ഓർക്കുക, R എന്ന് എഴുതി നമുക്ക് ഫൈനൽ ആക്കാൻ പറ്റില്ല. അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കണം. അതായത് 4th പ്രയോറിറ്റി ഗ്രൂപ്പ് എപ്പോഴും വെർട്ടിക്കൽ ലൈനിൽ വരുന്നതാണ് ഫേവറബിൾ. വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ എപ്പോഴും വ്യൂവറിന് ദൂരേക്ക് നിൽക്കുന്ന ഗ്രൂപ്പുകളാണ് നമ്മൾ ഈ വെർട്ടിക്കൽ ലൈനിൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കോൺഫിഗറേഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്യണം ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ 4th പ്രയോറിറ്റി വെർട്ടിക്കൽ ലൈനിൽ ഉണ്ടോ. ഇനി ചില കേസുകളിൽ ഈ 4th പ്രയോറിറ്റി ഈ ഹൊറിസോണ്ടൽ ലൈനിൽ ഒന്നുകിൽ ഇവിടെയോ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ കോൺഫിഗറേഷൻ, നമ്മൾ ഐ റൊട്ടേഷൻ നടത്തി കിട്ടിയ കോൺഫിഗറേഷന്റെ മറ്റേ കോൺഫിഗറേഷൻ, ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ വേണം എഴുതാൻ. അപ്പം ആറെന്ന് എനിക്ക് എഴുതി നിർത്താൻ പറ്റില്ല. റൊട്ടേഷൻ നടത്തിയപ്പോൾ എനിക്ക് 6 കിട്ടി, ഞാൻ ചെക്ക് ചെയ്തു. പക്ഷെ ഈ കേസിൽ 4th പ്രയോറിറ്റി വെർട്ടിക്കലാണ്, അപ്പൊ എനിക്ക് 6 തന്നെ എഴുതിയാൽ മതി. ഇനി ചില കേസിൽ ഇവിടെ ആയിരുന്നെങ്കിൽ എന്ത് വേണം? ഞാൻ ഈ 6 മാറ്റി അവിടെ എസ് എന്ന് കൺക്ലൂഡ് ചെയ്യണം. പക്ഷെ ഈ കേസിൽ അത് വേണ്ട. ഇവിടെ 4th പ്രയോറിറ്റി എവിടെ തന്നെയാണ്? വെർട്ടിക്കലിലാണ്. അപ്പം ഞാൻ 6 എന്ന് നിർത്തും. നോക്കിക്കേ, അടുത്തൊരു ടൈപ്പ്. ഈ ഒരു ടൈപ്പിലെ പ്രത്യേകത, നമ്മുടെ അസിമെട്രിക് കാർബണിന് ചുറ്റും 4 വ്യത്യാസമായ ഗ്രൂപ്പുകളാണ്. CH3, CH2, CH3, CH2, CH2, CH3, H. ഈ 4 ഗ്രൂപ്പുകളുള്ള ഈ കാർബണിന് നമുക്ക് R അല്ലെങ്കിൽ S നൊട്ടേഷൻ കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? കാർബൺ ഉണ്ട്, 4 ഗ്രൂപ്പ്സ് കണ്ടുപിടിച്ചു. ഇനി അതിന് പ്രയോറിറ്റി കൊടുക്കണം. അപ്പം ഉറപ്പായിട്ടും ഹൈഡ്രജൻ എന്നുള്ളത് 4ാമത്തെ പ്രയോറിറ്റി, ഏറ്റവും കുഞ്ഞ എലമെന്റ് അല്ലേ ഹൈഡ്രജൻ, അറ്റോമിക് നമ്പർ 1 ഉള്ളത്. അപ്പൊ അയാൾക്ക് ഞാൻ 4 കൊടുത്തു. ഏറ്റവും കൊച്ചാളിന് ലീസ്റ്റ് പ്രയോറിറ്റി വേണം കൊടുക്കുക. അപ്പൊ 4 വരും. ഇനി 1, 2, 3 ആർക്കൊക്കെ കൊടുക്കണം? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അറ്റോമിക് നമ്പർ കൂടിയ ആൾക്ക് 1 കൊടുത്തു, പിന്നെ അതിനുശേഷം ഉള്ള ആൾക്ക് 2, പിന്നെ 3. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം നോക്കിക്കേ, ഈ കാർബണുമായിട്ട് ഈ 3 ഗ്രൂപ്പ്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരേ എലമെന്റുമായിട്ടാണ്. നോക്കിക്കേ, ഈ അസിമെട്രിക് കാർബൺ ഈ ഗ്രൂപ്പുമായിട്ട് ആദ്യത്തെ ആളെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പിൽ കാർബൺ ആണ്, ഈ ഗ്രൂപ്പിലും കാർബൺ ആണ്, ഈ ഗ്രൂപ്പിലും കാർബൺ ആണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ആറ്റത്തെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ 3 ഗ്രൂപ്പ്സിനെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ആദ്യത്തെ എല്ലാ ആറ്റങ്ങളും ഈ 3 ഗ്രൂപ്പ്സിലും കാർബൺ തന്നെയാണ്. അപ്പൊ നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് വേണം? വിഷമിച്ച് നിൽക്കാതെ തൊട്ടടുത്ത ആറ്റത്തിലേക്ക് കയറണം, സെക്കൻഡ് ആറ്റത്തെ കമ്പയർ ചെയ്യണം. അപ്പൊ ഈ ഒരു മീഥൈൽ ഗ്രൂപ്പിലെ നമ്മൾ ഇതിനെ ഒന്ന് എടുത്തെഴുതുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. മീഥൈൽ ഗ്രൂപ്പും ഈഥൈൽ ഗ്രൂപ്പും പ്രൊപ്പൈൽ ഗ്രൂപ്പും ഞാൻ അതിനെ എടുത്തെഴുതി. എൻ്റെ ഉദ്ദേശം എന്താ? ഇതിന് 1, 2, 3 എന്നുള്ള 3 റാങ്കിങ് ഇവർക്ക് ആർക്കൊക്കെ വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ കമ്പയർ ചെയ്യാനുള്ള എളുപ്പത്തിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കാണ്. മീഥൈൽ ഗ്രൂപ്പിനെ CH2H എന്ന് എഴുതി, ഈഥൈൽ ഗ്രൂപ്പിനെ CH2CH2H എന്ന് സ്പ്ലിറ്റ് ചെയ്തു, പ്രൊപ്പൈലിനെ CH2 CH2 CH3 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് കമ്പാരിസൺ എളുപ്പമാണ്. ഫസ്റ്റ് ആറ്റം നോക്കിക്കേ, 3ഇടത്തും കാർബൺ. അപ്പൊ എനിക്ക് പ്രയോറിറ്റി ഒന്നിനും വ്യത്യാസം തോന്നുന്നില്ല. അടുത്ത രണ്ടാമത്തെ ആറ്റം നോക്കുന്നു. ഇവിടെ ഹൈഡ്രജൻ H2, ഇവിടെ H2, ഇവിടെ H2 എല്ലാം ഒരേപോലെയാണ്. അപ്പോഴും എനിക്ക് ഈ 3നെ വേർതിരിക്കാൻ പറ്റുന്നില്ല, എല്ലാം ഒരുപോലെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ ആളിലേക്ക് പോകണം. 3ാമത്തെ ആളിലേക്ക് പോകുമ്പോൾ മീഥൈൽ ഗ്രൂപ്പിലെ ഹൈഡ്രജൻ ആണ്, ഇവിടെ 2ഇടത്തും കാർബൺ ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ വന്നപ്പം വ്യത്യാസം വന്ന ഇയാൾക്കേ ഉള്ളൂ. ഏറ്റവും കുഞ്ഞ ആളായ ഹൈഡ്രജൻ ആണ് ഇയാൾക്ക്. ഇവർക്ക് 2 പേർക്കും ഒരേ ആൾ. അപ്പൊ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. എന്താ? ഇയാൾ ഒരു കുഞ്ഞാളല്ലേ, അപ്പൊ എനിക്ക് ഇയാൾക്ക് 3 എന്ന് കൊടുക്കാം. ചെറിയ ആറ്റമായ ഹൈഡ്രജൻ വന്നതുകൊണ്ട് 1, 2, 3 എനിക്ക് കൊടുക്കണ്ടേ. കാർബൺ എന്നുള്ളത് അറ്റോമിക് നമ്പർ കൂടിയ ആളല്ലേ, ഇത് രണ്ടും ഒരുപോലെ. അപ്പൊ ഇവർക്ക് ഇനി ഞാൻ 1ഉം 2ഉം കൊടുത്താൽ മതി. ഇയാൾക്ക് ഞാൻ 3 എന്ന് കൊടുക്കും. കാര്യം എന്താ? ഇത്രയും ഭാഗം ഒരുപോലെ വന്നിട്ട് 3ാമത്തെ ആളിലേക്ക് വന്നപ്പോൾ ഇയാൾക്ക് മാത്രമാണ് ഒരു കൊച്ചാള് വന്നത്, അറ്റോമിക് നമ്പർ കുറഞ്ഞ ആള്. മറ്റേവർ രണ്ടും ഒരുപോലെ നിൽക്കുക. അപ്പൊ ഇയാളെ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് അയാൾക്ക് 3 എന്ന് കൊടുക്കാം. ഇനി ഈ 2 ഗ്രൂപ്പുകളിലോ, ഈ 2 ഗ്രൂപ്പുകളുടെ കാര്യം എടുക്കുമ്പോൾ എനിക്ക് ഇനി കൊടുക്കേണ്ടത് 1, 2. അതിനുവേണ്ടി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ നോക്കിക്കേ, ഇവിടെ വരെ ഞാൻ കമ്പയർ ചെയ്തു, ഒരുപോലെയാണ്. ഇത് ഒരുപോലെ, ഇതൊരുപോലെ, ഇതൊരുപോലെ. ഇനി 4th ആറ്റത്തിലോട്ട് വരുമ്പോൾ ഹൈഡ്രജൻ ആണ്.
ഫോർത്ത് ആറ്റം വരെയും എനിക്ക് ഈ രണ്ട് ഗ്രൂപ്പുകളെ തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ അല്ലെ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫിഫ്ത്ത് ആറ്റത്തിലേക്ക് പോകണം. ഫിഫ്ത്ത് ആറ്റം എന്ന് പറയുമ്പോൾ ഈഥൈലിൽ ഹൈഡ്രജനും നമ്മുടെ പ്രൊപ്പൈലിലേക്ക് വരുമ്പം അവിടെ കാർബണുമാണ്. മനസ്സിലായോ? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഈ ഫിഫ്ത്ത് ആറ്റം വരെ വേണ്ടി വന്നു ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് റാങ്ക് കൊടുക്കാൻ. അപ്പോൾ ഫിഫ്ത്ത് ആറ്റം വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഈഥൈലിൽ ഒരു കൊച്ചാളും നമ്മുടെ പ്രൊപ്പൈലിൽ ഒരു വലിയ ആളും. അപ്പോൾ വലിയ ആളുകളുള്ളവർക്ക് എപ്പോഴും വലിയ നമ്പറേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പ്രൊപ്പൈലിന് 1 കൊടുക്കും, ഈഥൈലിന് 2 കൊടുക്കും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയോണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് തോന്നിയത്. നമുക്ക് ജസ്റ്റ് നോക്കി തന്നെ കണ്ടുപിടിക്കാം. ആളുകൾ കുറച്ചുള്ള ആളിന് ചെറിയ നമ്പർ, ഇയാൾക്ക് നമ്മൾ 3 എന്ന് കൊടുക്കും, ഇയാൾക്ക് നമ്മൾ 2 എന്ന് കൊടുക്കും, ദെൻ വലിയ ഗ്രൂപ്പ് ഉള്ള ആൾക്ക് നമ്മൾ 1 എന്ന് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രയോറിറ്റി വരുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഐ റൊട്ടേഷൻ നടത്തണം. ഐ റൊട്ടേഷൻ നടത്തുമ്പോൾ 1 നിന്ന് 2ലേക്ക്, 2 നിന്ന് 3ലേക്ക് ഇങ്ങനെ തിരിച്ചാണ് പോയത്. ഇത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അപ്പോൾ എന്ത് ലെറ്റർ ആണ് കൊടുക്കേണ്ടത്? ഇറ്റ് ഈസ് യെസ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് മാത്രം നമുക്ക് നിർത്താൻ പറ്റില്ല. ഫോർത്ത് പ്രയോറിറ്റി ഗ്രൂപ്പ്, അതായത് ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കൽ ലൈനിലാണോ എന്ന് ഉറപ്പുവരുത്തുക. വെർട്ടിക്കൽ ലൈനിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആളിൽ നിന്ന് ദൂരേക്കുള്ള ഒരു പൊസിഷനിൽ വേണം എപ്പോഴും അതിനെ നിർത്താൻ. പക്ഷേ ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ നോക്കുകയും ഫോർത്ത് പ്രയോറിറ്റി എവിടെയാണ്? ഹൊറിസോണ്ടലിലാണ് ഇരിക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ഈ പൊസിഷനിലല്ലേ എച്ച് ഇരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഐ റൊട്ടേഷൻ നടത്തി കിട്ടിയ കോൺഫിഗറേഷന്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ എന്ത് വേണം? എസിനെ മാറ്റി ഞാൻ S is interconverted into R. Therefore, the final configuration of this carbon, asymmetric carbon is R. ഇനി മറ്റൊരു ടൈപ്പ് നോക്കിക്കേ. ഈ പറയുന്ന അസിമെട്രിക് കാർബണിൽ 4 വ്യത്യാസപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ അവയുടെ പ്രത്യേകത അതിൻ്റെ സ്ട്രക്ചറിനകത്ത് ഡബിൾ ബോണ്ടുകളോ ട്രിപ്പിൾ ബോണ്ടുകളോ നമുക്ക് കാണുവാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിലുള്ള പല ഗ്രൂപ്പുകളിലും ഡബിൾ ബോണ്ടുകളുണ്ട്. നോക്കിക്കേ, ആൽഡിഹൈഡിക് ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ഇതൊരു ആൽക്കഹോളിക് ഗ്രൂപ്പ്, ദെൻ ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഈ 4 ഗ്രൂപ്പുകൾക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം. 1, 2, 3, 4. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഹൈഡ്രജന് എനിക്ക് 4 എന്ന് കൊടുക്കാം. ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആളായതുകൊണ്ട് 4 എന്ന് കൊടുത്തു. ഇനി എനിക്ക് 1, 2, 3 കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് CHOയെ എടുത്ത് എഴുതുക. CHO ആൽഡിഹൈഡിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ C ഡബിൾ ബോണ്ടോ H എന്നാണ്. COOH ആകുമ്പോൾ C ഡബിൾ ബോണ്ടോ OH ആണ്. നിങ്ങൾക്ക് ആ സ്ട്രക്ചർ അറിയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡബിൾ ബോണ്ടുകളെയും ട്രിപ്പിൾ ബോണ്ടുകളെയും സ്പ്ലിറ്റ് ചെയ്ത് സിംഗിൾ ബോണ്ടുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? നമുക്ക് ഗ്രൂപ്പ്സിനെ വേർതിരിച്ച് പ്രയോറിറ്റി കൊടുക്കുവാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ ഡബിൾ ബോണ്ടുകളോ ട്രിപ്പിൾ ബോണ്ടുകളോ ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അത്രയും നമ്പർ സിംഗിൾ ബോണ്ടുകൾ ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കുക. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ആൽഡിഹൈഡിക് ഗ്രൂപ്പിനെ എനിക്ക് എങ്ങനെ എഴുതാം? C ഡബിൾ ബോണ്ടോ H എന്നല്ലേ. അപ്പോൾ ഈ ഡബിൾ ബോണ്ടോയെ ഞാൻ സിംഗിൾ ബോണ്ടോ 2 O സിംഗിൾ ബോണ്ടായിട്ട് എഴുതി. കാർബോക്സിലിക് ആസിഡ് വരുമ്പോൾ C സിംഗിൾ ബോണ്ടോ OH. എന്തുകൊണ്ടാണ്? ഈ ഡബിൾ ബോണ്ടിനെ ഞാൻ 2 സിംഗിൾ ബോണ്ടായിട്ട് എഴുതി, മറ്റേ OH അതുപോലെ എഴുതി. ദെൻ ആൽക്കഹോളിന് ആ പ്രശ്നമില്ല, അതിനകത്തെല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? ഇതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഈ 3 ആദ്യത്തെ ആറ്റം ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ആദ്യത്തെ ആറ്റം കമ്പയർ ചെയ്യുമ്പോൾ ഈ 3 ഗ്രൂപ്പ്സിലും ഒരേ ആളാണ്, കാർബൺ ആണ്. അപ്പോൾ അത് വെച്ച് എനിക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. ഒരേ ആൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നത്? എല്ലാം ഒന്ന് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ആറ്റത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ഡബിൾ ബോണ്ടിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആറ്റങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ദെൻ അറ്റോമിക് നമ്പർ കൂടിയ ആറ്റങ്ങൾ കൂടുതലായിട്ട് വരുന്ന ആൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. മനസ്സിലായോ? അറ്റോമിക് നമ്പർ കൂടിയ എലമെന്റുകൾ കൂടുതലായിട്ട് വരുന്ന ഗ്രൂപ്പ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. ഇവിടെയുള്ള CHOയിലും COOHലും CH2OHലും നോക്കിക്കേ, CHOയിൽ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ അതിന് പ്രകാരം ഈ കാർബണിൽ 2 ഓക്സിജനും 1 ഹൈഡ്രജനും ഉണ്ട്. ദെൻ കാർബോക്സിലിക് ആസിഡിലോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് വഴി 2 ഓക്സിജൻ 3 ഓക്സിജനും 1 ഹൈഡ്രജനുമാണ് ഉള്ളത്. നോക്കിക്കേ, 3 ഓക്സിജനും 1 ഹൈഡ്രജനും. ദെൻ CH2OHൽ എഴുതുമ്പോൾ 3 ഹൈഡ്രജനും 1 ഓക്സിജനും. ഓക്സിജൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ കൂടിയ ആളാണ്. അപ്പം ഓക്സിജൻ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ഉറപ്പായിട്ടും കാർബോക്സിലിക് ആസിഡിലാണ്. നോക്കിക്കേ, ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്,
ആൽഡിഹൈഡ് ആണെങ്കിൽ 2 ഓക്സിജനേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന CH2OH-ലാണെങ്കിൽ ഒരാളേ ഉള്ളൂ. അപ്പം ഏതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്? കാർബോക്സിലിക് ആസിഡിന് 1 എന്ന് കൊടുക്കുക, ആൽഡിഹൈഡിന് 2 എന്ന് കൊടുക്കുക, ആൽക്കഹോളിന് 3 എന്ന് കൊടുക്കുക. അപ്പം പ്രയോറിറ്റി ഓർഡർ എല്ലാം ഞാൻ അസൈൻ ചെയ്തു. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? ഐ റൊട്ടേഷൻ നടത്തണം. ഐ റൊട്ടേഷൻ നടത്തുമ്പോൾ 1 ൽ നിന്ന് 2ലേക്ക്, 2 ൽ നിന്ന് 3ലേക്ക്. നിങ്ങൾക്ക് തെറ്റണ്ട. നോക്കിക്കേ, ഇവിടെ ഒരു ഇടയ്ക്ക് ഒരു 4 കിടപ്പുണ്ട്. അപ്പൊ റൊട്ടേഷൻ എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. 1 ൽ നിന്ന് 2ലേക്കും 2 ൽ നിന്ന് 3ലേക്കും ഒന്ന് പോവാം, അത്രയേ ഉള്ളൂ. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ ഒരു റൊട്ടേഷൻ നടത്തുമ്പോൾ ഇത് ഏത് റൊട്ടേഷൻ ആണ്? ഇത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത്? എസ് എന്ന നമ്പർ ഞാൻ കൊടുക്കുന്നു. ഇത് ഫൈനൽ അല്ല. ഒരു കാര്യം കൂടെ ഞാൻ ചെക്ക് ചെയ്യണം. 4th പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കലിൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. വെർട്ടിക്കലിൽ ആണെങ്കിൽ ഞാൻ എസ് എന്ന് തന്നെ കൺക്ലൂഡ് ചെയ്ത് ആൻസർ ആയിട്ട് എഴുതാം. പക്ഷെ നോക്കിക്കേ, ഈ കേസിൽ 4th പ്രയോറിറ്റി ഹൊറിസോണ്ടൽ ലൈനിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളുടെ അടുത്തേക്കാണ് നിൽക്കുന്നത്. അപ്പം നമ്മളുടെ അതിനെ ഇന്റർ കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫൈനൽ കോൺഫിഗറേഷനിലേക്ക് വരാൻ. അപ്പം നോക്കിക്കേ, 4th പ്രയോറിറ്റി ഹൊറിസോണ്ടൽ പൊസിഷൻ ആയതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ എസിനെ ഞാൻ മാറ്റി 6 ആക്കി എഴുതുക. 6 ആണ് ഈ ഒരു സ്ട്രക്ചറിന്റെ ഫൈനൽ കോൺഫിഗറേഷൻ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഈ അസിമെട്രിക് കാർബണിൽ 4 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിന്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ആണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹൈഡ്രജന് ഞാൻ 4 കൊടുക്കുന്നു. ഇനി 1 2 3 കൊടുത്താൽ മതി. അപ്പോൾ നോക്കിക്കേ, 3 ഗ്രൂപ്പ്സിൽ ആദ്യത്തെ ആറ്റം നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ നോക്കുവാണെങ്കിൽ ഇത് ക്ലോറിൻ ആണ്, Cl. ഹാലജനകത്തുള്ള ക്ലോറിൻ എന്നൊരു ആറ്റമാണ് ഇവിടെ. ഇത് CHCl2, ഇത് CH2Cl. അപ്പൊ നമുക്കൊരു സംശയം വരാം, അറ്റോമിക് നമ്പർ കൂടിയ ആളുകളുള്ള ആളുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ക്ലോറിൻ ഉള്ളതുകൊണ്ട് ഇയാൾക്ക് ചിലപ്പം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമെന്നൊരു തോന്നൽ നമുക്ക് വരാം. പക്ഷെ അത് തെറ്റാണ്. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ആറ്റം കമ്പയർ ചെയ്യണം. നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ഗ്രൂപ്പുകളിലെ ഫസ്റ്റ് ആറ്റം കമ്പയർ ചെയ്ത് അതിലെ ഏറ്റവും വലിയ ആള് ആര് വരുന്നോ അവർക്ക് വേണം 1 കൊടുക്കാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രൂപ്പിൽ കാർബൺ, ഈ ഗ്രൂപ്പിൽ കാർബൺ, ഇവിടെ ക്ലോറിൻ. ക്ലോറിൻ വലുതല്ലേ? ഉറപ്പായിട്ടും ക്ലോറിന് വേണം 1 കൊടുക്കാൻ. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. ഇനി ഇതിനെ തമ്മിൽ നമുക്ക് വേർതിരിക്കണം. 2ഉം 3ഉം ആർക്ക് വരുന്നു എന്ന് നോക്കാം. അപ്പൊ നോക്കിക്കേ, ഇത് 2ഉം കാർബൺ ആണ്. അപ്പൊ ഫസ്റ്റ് ആറ്റത്തിന് പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നോക്കിക്കേ, ഈ ഗ്രൂപ്പിൽ 2 ക്ലോറിൻ ഉണ്ട്, ഈ ഒരു ഗ്രൂപ്പിൽ 1 ക്ലോറിനേ ഉള്ളൂ. അപ്പൊ മൊത്തം അറ്റോമിക് നമ്പറിന്റെ നമ്മൾ കൂട്ടിയെടുത്താലും നോക്കിക്കേ, ക്ലോറിൻ 2 വരുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഇയാൾക്കാണ് അറ്റോമിക് നമ്പറിന്റെ സം ടോട്ടൽ കൂടുതൽ വരുന്നത് ഈ ഗ്രൂപ്പിന്. കാര്യം എന്താ? ഇവിടെ 1 ഹൈഡ്രജനും 2 ക്ലോറിനും ആണ്. ഇവിടെ 2 ഹൈഡ്രജനും 1 ക്ലോറിനും, 1 ക്ലോറിനും 2 ഹൈഡ്രജനേ ഉള്ളൂ ഇവിടെ. അപ്പൊ അറ്റോമിക് നമ്പർ കൂട്ടിയാലും ഇത് കുറവേ വരുന്നുള്ളൂ. ഇവിടെ 2 ക്ലോറിൻ വരുന്നതുകൊണ്ട് അത് വലിയൊരു സംഖ്യയിലേക്ക് വരും. അപ്പം ഇയാൾക്ക് നമ്മൾ 2 എന്ന് കൊടുക്കും, ഇയാൾക്ക് ഞാൻ 3 എന്ന് കൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അറ്റോമിക് നമ്പർ ആദ്യത്തെ ആറ്റം കമ്പയർ ചെയ്യുന്നത് പ്രകാരം ക്ലോറിന് 1 കൊടുത്തു. ദെൻ ഈ 2 ഗ്രൂപ്പ്സിൽ ക്ലോറിൻ കൂടുതലുള്ള കാർബണിന് 2 എന്നും ഇയാൾക്ക് 3 എന്നും കൊടുത്തു. ഇനി അതിനുശേഷം എങ്ങനെയാണ്? ഐ റൊട്ടേഷൻ നടത്തുമ്പോൾ 1 ൽ നിന്ന് 2ലേക്ക്, 2 ൽ നിന്ന് 3ലേക്ക് ഐ റൊട്ടേഷൻ നടത്തുന്നു. ഇതൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് എനിക്ക് 6 എന്ന് കൊടുക്കാം. 6 ഞാൻ ഫൈനലൈസ് ചെയ്യുന്നില്ല, ഞാൻ ചെക്ക് ചെയ്യണം 4th പ്രയോറിറ്റി വെർട്ടിക്കലിലാണോ. ഈ ഒരു കേസിൽ 4th പ്രയോറിറ്റി വെർട്ടിക്കൽ പൊസിഷനിലാണ്. വെർട്ടിക്കൽ പൊസിഷനിൽ ഒക്കുപ്പൈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ കോൺഫിഗറേഷനായ 6 തന്നെയാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. Therefore, this asymmetric center is having the configuration R. നോക്കിക്കേ, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുമ്പോൾ അത് ഫിഷർ പ്രൊജക്ഷനിൽ ആയിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു രീതിയിൽ, അതായത് ഡാഷ്ഡ് വെഡ്ജ്ഡ് ലൈൻ പ്രൊജക്ഷനിൽ തന്നിരിക്കുന്ന ചില കോമ്പൗണ്ടുകൾ നിങ്ങൾക്ക് തന്നിട്ട് അതിനകത്തുള്ള അസിമെട്രിക് സെന്ററിന് കോൺഫിഗറേഷൻ കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതിനെ ഫിഷറിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പൊ ഫിഷറിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. ഇങ്ങനൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ ഈ മോളിക്യൂളിനെ നോക്കുന്നതായിട്ട് ചിന്തിക്കുക. ഈ ഡാഷ്ഡ് ലൈനും ഈ വെഡ്ജ്ഡ് ലൈനിന് ഇടയ്ക്ക് നിന്ന് നമ്മൾ ഈ മോളിക്യൂളിനെ വ്യൂ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചാൽ നമുക്ക് ആ മോളിക്യൂളിനെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ്സിനെ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഇടതുവശത്ത് എച്ചും വലതുവശത്ത് BR അല്ലേ. അപ്പൊ ഞാൻ അതിനെ ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് ഇടുക. ഫിഷർ പ്രൊജക്ഷനിലെ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് അതിനെ ഇടുക. ദെൻ മറ്റുള്ള 2 ഗ്രൂപ്പ്സിനെ ഈ തിക്ക് ലൈൻസിൽ സോളിഡ് ലൈനിൽ തന്നിരിക്കുന്ന ഗ്രൂപ്പ്സിനെ വെർട്ടിക്കൽ പൊസിഷനിലേക്ക് ഇടുക. അപ്പോൾ CH3
COOH. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് സ്ട്രക്ചർ തന്നാലും അതിന്റെ ഡാഷ്ഡ് വെഡ്ജ്ഡ് ലൈൻ ആ ഒരു ഗ്യാപ്പിനിടയിലൂടെ നമ്മൾ മോളിക്യൂളിനെ വ്യൂ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെയുള്ള ഗ്രൂപ്പ്സ് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് കൊടുക്കുക. ദെൻ ബാക്കിയുള്ള ഗ്രൂപ്പ്സ് വെർട്ടിക്കൽ ലൈനിലേക്ക് അതുപോലെ തന്നെ പ്ലേസ് ചെയ്യാം. ദെൻ നമ്മൾ മുമ്പ് പറഞ്ഞ സ്റ്റെപ്സ് അതുപോലെ ചെയ്യുക. പ്രയോറിറ്റി കൊടുക്കണം. പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഗ്രൂപ്പ്സിൽ ഹൈഡ്രജന് ഞാൻ 4 കൊടുത്തു. ബാക്കിയുള്ള 3 ഗ്രൂപ്പുകൾ ബ്രോമിൻ, കാർബോക്സിലിക് ആസിഡ്, മീഥൈൽ ഈ ഗ്രൂപ്പുകളാണ്. അപ്പൊ ഇതിൽ ആദ്യം 1 വരുന്നത് ആർക്കായിരിക്കും? ഉറപ്പായിട്ടും ബ്രോമിനാണ്. അത് എങ്ങനെയാണ്? ഇത് ഈ 3 ഗ്രൂപ്പ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 ഗ്രൂപ്പിലും കാർബൺ ആണ്, ഈ ഗ്രൂപ്പിൽ ബ്രോമിൻ ആണ്. ബ്രോമിൻ എന്ന് പറയുന്നത് വലിയ ഒരാളല്ലേ, വലിയ അറ്റോമിക് നമ്പർ ഉള്ള ഒരു മോളിക്യൂൾ. അപ്പൊ അയാൾക്ക് ഉറപ്പായിട്ടും 1 കൊടുക്കണം. അതായത് ഒന്നാമത്തെ ആളെ കമ്പയർ ചെയ്തപ്പോഴാണ് ഞാൻ 1 കൊടുത്തത്. ഇനി എനിക്ക് 2ഉം 3ഉം കൊടുക്കാൻ ഇവര് രണ്ടിൽ ആരാണ് 2 വരുന്നതെന്ന് നോക്കണം. അപ്പൊ എങ്ങനെയാണ്? ഇയാൾക്ക് 3 ഹൈഡ്രജൻ, ഈ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ടോ OH ആണ്. അപ്പൊ 3 ഓക്സിജനും 1 ഹൈഡ്രജനും വരും. അപ്പം അറ്റോമിക് നമ്പർ കൂടിയ ആളുകൾ വരുന്നത് കാർബോക്സിലിക് ആസിഡിലാണ്. അതുകൊണ്ട് അയാൾക്ക് ഞാൻ 2 എന്ന് കൊടുക്കും, മീഥൈലിന് 3 എന്ന് കൊടുക്കും. ഇനി എങ്ങനെയാണ് കോൺഫിഗറേഷൻ? നമ്മൾ ഐ റൊട്ടേഷൻ നടത്തണം. 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക്. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലേ? അപ്പൊ ഞാൻ 6 എന്ന് കൊടുത്തു. അതിനുശേഷം 4th പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യാം. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഹൊറിസോണ്ടലിലാണ്, ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് അത് നിൽക്കുന്നത്. അപ്പൊ എന്ത് വേണം? നമുക്ക് കിട്ടിയ കോൺഫിഗറേഷന്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ ആയ S ആണ് ഇതിന്റെ ഫൈനൽ കോൺഫിഗറേഷൻ. നോക്കിക്കേ, ഇനി ചില കേസുകളിൽ നിങ്ങൾക്ക് തരുന്ന കോമ്പൗണ്ടിൽ ഒന്നിലധികം അസിമെട്രിക് സെന്റേഴ്സ് കാണും. നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു അസിമെട്രിക് കാർബണിന് കോൺഫിഗറേഷൻ കൊടുക്കുന്നതിനെ പറ്റിയായിരുന്നു. ഇനി ഒന്നിലധികം അസിമെട്രിക് സെന്റേഴ്സ് ഉള്ള കോമ്പൗണ്ട് ആണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് എളുപ്പം നമുക്ക് ചെയ്യാം. നോക്കിക്കേ, ഞാൻ ഈ എഴുതിയിരിക്കുന്നത് മീസോ ടാർട്ടാറിക് ആസിഡ് ആണ്. അതിന്റെ പ്രത്യേകത അതിന് 2 അസിമെട്രിക് കാർബൺ ഉണ്ട്. ഞാൻ അതിനെ 1 എന്നും 2 എന്നും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെ കാർബണിന് പേര് കൊടുക്കാം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആൾക്കാർ. അപ്പൊ പേര് കൊടുക്കുമ്പോൾ ഞാൻ കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് 1, 2 എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കോമ്പൗണ്ടിന് നെയിമിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു കാർബൺ സ്കെലിറ്റൻ നമ്മൾ ഫിക്സ് ചെയ്യില്ലേ? അപ്പൊ ആ ഒരു സ്കെലിറ്റൻ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു സ്കെലിറ്റൻ ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഈ കാർബൺ 4, ഈ ഒരു കാർബൺ സ്കെലിറ്റൻ ആണ് നമ്മൾ നെയിമിങ്ങിന് വേണ്ടി ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒന്നാമത്തെ അസിമെട്രിക് കാർബൺ ഏത് പൊസിഷനിലാണ്? 2 ആണ്. അപ്പൊ നമ്മൾ പേര് കൊടുക്കുമ്പോൾ 2, ദെൻ ROSO അത് കൊടുക്കണം. ദെൻ 3rd പൊസിഷനിലുള്ള കാർബൺ അത് നമ്മുടെ രണ്ടാമത്തെ അസിമെട്രിക് കാർബൺ ആണ്, അതിനെ 3' എന്ന് കൊടുത്ത് ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻ കൊടുക്കേണ്ടത്. ഈ ഡാഷ് ഉള്ള സ്ഥലങ്ങളിൽ എന്ത് കൊടുക്കണം? R ആണോ S ആണോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ ഒന്നാമത്തെ അസിമെട്രിക് കാർബൺ എടുക്കുന്നു. ഞാൻ അതിനെ ഒന്ന് പകുതിയാക്കി എഴുതി. അപ്പൊ നോക്കിക്കേ എങ്ങനെയാണെന്ന്. ഈ കാർബണില് ലെഫ്റ്റില് H ഉണ്ട്, OH ഉണ്ട്, മുകളിൽ COH ഉണ്ട്. ഇനി താഴത്തെ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, CHOH COH ഇതിനെ എല്ലാം കൂടാണ് 4th ഗ്രൂപ്പായിട്ട് ഞാൻ എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിന് പ്രയോറിറ്റി കൊടുക്കണം. പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഹൈഡ്രജന് 4th പ്രയോറിറ്റി വരും. ദെൻ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് വരുന്നത്? ആദ്യത്തെ ആറ്റങ്ങൾ നോക്കുക. ഈ 2 എണ്ണത്തിലും കാർബൺ, ഇതിൽ ഓക്സിജൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഓക്സിജൻ അല്ലേ 1 വരുന്നത്. അപ്പം ഈ ഗ്രൂപ്പിന് 1 എന്ന് കൊടുത്തു. ഇനി എനിക്ക് കൊടുക്കേണ്ടത് 2ഉം 3ഉം ആണ്. ഇയാൾക്കാണോ 2 വരുന്നത്, ഇയാൾക്കാണോ 2 വരുന്നത്? എപ്പോഴും തെറ്റുന്ന ഒരു ഭാഗമാണിത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ COOHും CHOHും തമ്മിൽ നോക്കുമ്പോൾ ഇയാളിൽ ഒരുപാട് ആറ്റങ്ങളുണ്ട്. അപ്പൊ അറ്റോമിക് നമ്പർ കൂടുതൽ ഇയാൾക്കാണെന്ന് പറഞ്ഞ് ഒരിക്കലും അയാൾക്ക് 2 കൊടുക്കരുത്. എന്താണെന്ന് അറിയാമോ? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ പൊസിഷനായിട്ടാണ് കമ്പയർ ചെയ്ത് പോകുന്നത്. ഇപ്പൊ COH എഴുതുമ്പോൾ C സിംഗിൾ ബോണ്ടോ OH ഇങ്ങനെയാണ് COHനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നത്. അടുത്ത ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴോ CHOH COH. ഇനി ആദ്യത്തെ കാർബൺ 2 1 തന്നെ, ആദ്യത്തെ ആറ്റം 2 കാർബൺ ആണ്. അടുത്ത ആറ്റമോ നമ്മുടെ ഈ കാർബൺ നോക്കുകയാണെങ്കിൽ 3 ഓക്സിജൻ ആണ്. ഈ കാർബൺ നോക്കുകയാണെങ്കിലോ 1 ഹൈഡ്രജൻ, 1 ഓക്സിജൻ, 1 കാർബൺ. അപ്പൊ നോക്കിക്കേ, കാർബോക്സിലിക് ആസിഡിൽ വലിയ 3 ഓക്സിജൻ ആണ് ഇരിക്കുന്നത് രണ്ടാമത്തെ ആറ്റമായിട്ട്. എന്നാൽ നമ്മൾ ഈ പറയുന്ന വലിയ ഗ്രൂപ്പ് എന്ന് തോന്നുന്ന ഇയാൾക്കോ 1 ഹൈഡ്രജനും 1 ഓക്സിജനും 1 കാർബണേ ഉള്ളൂ. അപ്പൊ അവിടെ അറ്റോമിക് നമ്പർ കുറഞ്ഞ ആളുകളാണ് വരും. അപ്പൊ ഇയാൾക്ക് വരും പ്രയോറിറ്റി കുറഞ്ഞത്. അപ്പൊ ഏതാ?
3 എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇയാൾ ഇച്ചിരി കൂടിയ ആളായതുകൊണ്ട്, അതായത് 3 ഓക്സിജൻ അല്ലേ രണ്ടാമത്തെ ആറ്റത്തിൽ വരും, രണ്ടാമത്തെ പൊസിഷനിൽ. അപ്പോൾ അയാൾക്ക് കൊടുക്കണം 2, ഇയാൾക്ക് വേണം 3. അതിനുശേഷം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും റൊട്ടേഷൻ. ഇത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്, അതുകൊണ്ട് എസ് എന്ന് ഞാൻ കൊടുക്കുന്നു. ദെൻ 4th പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടലിലായതുകൊണ്ട് കിട്ടിയ കോൺഫിഗറേഷന്റെ ഓപ്പോസിറ്റ് എഴുതണം. അതുകൊണ്ട് ഈ പറയുന്ന സ്ട്രക്ചറിന്റെ സെക്കൻഡ്, അതായത് ഈ നമ്മുടെ ഒന്നാമത്തെ അസിമെട്രിക് കാർബണിന്റെ കോൺഫിഗറേഷൻ R ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി 2R. ഇനി നമുക്ക് മൂന്നാമത്തെ കാർബൺ അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ അസിമെട്രിക് കാർബണിന് നെയിമിംഗ് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിന്റെ കാർബൺ ആറ്റം പ്രത്യേകമായിട്ട് എടുത്ത് എഴുതുകയാണ്. ഈ ഒരു ഭാഗത്തെ മുറിച്ച് ഞാൻ എഴുതിയേക്കുവാണ്. അതിലെ ഗ്രൂപ്പ്സ് നോക്കിക്കേ, HOH COOH, മുകളിലേക്ക് ഇത്രയും ഭാഗം CHOH COOH. നമ്മൾ തൊട്ട് മുമ്പ് ഈ 4 ഗ്രൂപ്പ്സിന് പ്രയോറിറ്റി കൊടുത്തത് നിങ്ങൾക്കറിയാം. OHന് 1 വരും, COOHന് 2 വരും, ഈ ഗ്രൂപ്പിന് 3 വരും, ദെൻ ഹൈഡ്രജന് 4. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ എങ്ങനെയാണ്? 1 2 3. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്, അതുകൊണ്ട് 6 എന്ന് കൊടുത്തു. ദെൻ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 4th പ്രയോറിറ്റി ഹൊറിസോണ്ടൽ പൊസിഷൻ ആയതുകൊണ്ട് 6ന് പകരം എനിക്ക് എസ് ആണ് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ 3rd കാർബണിന്റെ കോൺഫിഗറേഷൻ ആയിട്ട് എനിക്ക് കിട്ടിയത് എസ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ മീസോ ടാർട്ടാറിക് ആസിഡിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്: 2R 3S മീസോ ടാർട്ടാറിക്